السلام عليكم. كيف حالكم؟ الحمد لله. مرحبا أهلا وسهلا إلى قناتي الഹാദിയ. എല്ലാ കൂട്ടുകാർക്കും ഹാദിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ഖത്റാത്തുൻ തൽമാവു എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്തായിരുന്നു? ഒരു തംസീലിയായിരുന്നു അല്ലേ, ഒരു ഡ്രാമയായിരുന്നു അല്ലേ. ഖത്റാത്തുൻ തൽമാവു പറഞ്ഞാൽ ഡ്രോപ്സ് ഓഫ് സ്പാർക്കിൾ അല്ലേ, ഒരു ഡ്രാമയായിരുന്നു. തുള്ളികൾ തിളങ്ങുന്നു എന്നുള്ള ആ ഡ്രാമ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. കുറച്ച് ഷഖ്സിയാത്തുണ്ട്. ഖാലി, മുദ്ദായി, മുത്തഹം, ഷാഹിദുൽ അവൽ, ഷാഹിദുൽ സാനി, ഷുർത്തി, അങ്ങനെ അല്ലേ. കുറച്ച് അതിലെ വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ജഡ്ജുണ്ട്, പിന്നെ വാദിയുണ്ട്, പ്രതിയുണ്ട്, പിന്നെ 2 സാക്ഷികളുണ്ട് അഥവാ വിറ്റ്നസ്, പിന്നെ പോലീസ്മാൻ, ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഡ്രാമ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഒരു ലാസ്റ്റ് കർട്ടനൊക്കെ താഴ്ന്നല്ലേ, എല്ലാവർക്കും ഡ്രാമയുടെ ഒരു ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 39ാമത്തെ പേജിൽ നമുക്ക് കാണാം നുമാരിസുൽ ഖത്ത. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് പരിശീലിക്കാൻ വേണ്ടിയിട്ട് നുമാരിസ് നമുക്ക് പരിശീലിക്കാൻ ഖത്തുർ റുഖയിയാണ് നമുക്ക് താഴെ കാണുന്നത്. അതൊന്ന് പരിശീലിച്ച് നോക്കാം. എന്താണ് എഴുതിയിട്ടുള്ളത്? ഹരീസുൻ അല റിയാല സ്വഹീഹും ഫിൽ ആഫിയ. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് എഴുതി നോക്കുക. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് ഉഷാറാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് 40ാമത്തെ പേജിലെ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. നോയിദു വസ്ഫൽ ഷഖ്സിയാത്തിൽ ആത്തിയ. താഴെയുള്ള വ്യക്തിത്വങ്ങളുടെ വിശേഷണങ്ങൾ നമുക്ക് തയ്യാറാക്കാം. നോയിദു നമുക്ക് തയ്യാറാക്കാം. വസ്ഫൽ ഷഖ്സിയാത്തിൽ ആത്തിയ, താഴെയുള്ള വ്യക്തിത്വങ്ങളുടെ വിശേഷണങ്ങൾ. അപ്പോൾ കാലി ആരാണ്? നമ്മുടെ ജഡ്ജാണ് അല്ലേ. ഒംറുഹു ഹംസൂന, അവരുടെ വയസ്സ് 50ആണ്. വഹുവ ഫി സിയിൽ ഹാക്കിമി, അവരൊരു ജഡ്ജിന്റെ വേഷത്തിൽ ഇരിക്കുന്നു. അപ്പോൾ അമാമഹു, അവരുടെ മുമ്പിലുണ്ട് തോവില, ഒരു ടേബിളുണ്ട്. വഹുവ യജ്ലിസു അലാ മിനസ്സത്തിൻ യുവാജുൽ ഹഫ്ല, വഹുവ യജ്ലിസു, അവർ ഇരിക്കുന്നു, അലാ മിനസ്സത്തി, അവരുടെ ആ പീഠത്തിൽ എന്ന് വെച്ചാൽ ആ പ്ലാറ്റ്ഫോമിൽ, ജഡ്ജി ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു. യുവാജിഹുൽ ഹഫ്ല, എന്ത്, സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട്. യുവാജിഹുൽ ഹഫ്ല, ഹഫ്ല പറഞ്ഞാൽ ആ സദസ്സ്. അപ്പോൾ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ ആരിയിരിക്കുന്നു? ജഡ്ജി ഇരിക്കുന്നു എന്നാണ് ഒരു ജഡ്ജിൻ്റെ ഇവിടെ വിശേഷണമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആരാണുള്ളത്? മുദ്ദായിയാണ് അല്ലേ. നമുക്ക് തയ്യാറാക്കി നോക്കാം. മുദ്ദായി എങ്ങനെയാണ്? മുദ്ദായി ആരാണ്? നമ്മുടെ വാദി ആരായിരിക്കും? ഖത്റത്തുൽ മാ അല്ലേ. ഖത്റത്തുൽ മാ ആണ് നമ്മുടെ ഒരു എന്താ, ഡ്രോപ്പ് ഓഫ് വാട്ടർ, ഒരു വെള്ളത്തുള്ളിയാണ് നമ്മുടെ മുദ്ദായി. അപ്പോൾ എങ്ങനെ എഴുതാം അവരുടെ വിശേഷണം? അവര് ഒരു ഏത് വേഷവിധാനത്തിൽ എന്ന് പറയാനില്ല അല്ലേ. ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ ആണ്, ഒരു വെള്ളത്തുള്ളിയാണ്. അപ്പോൾ പിന്നെ അവരെങ്ങനെ നിൽക്കുന്നു? എന്താണ്? ഖത്റത്തുൽ മാ വഹിയ തഖൂമു അലാ മിനസ്സത്തി ശുഹൂദി എന്ന് എഴുതാം. തഖൂമു, വെള്ളത്തുള്ളി നിൽക്കുന്നു, അലാ മിനസ്സത്തി ശുഹൂദി, നമ്മുടെ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്നു എന്ന് എഴുതാം. പിന്നെന്ത് എഴുതാം? അത്ര മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ മുത്തഹം, പ്രത്യേകിച്ച് ഇതിൽ വിശേഷണങ്ങളൊന്നും നമ്മുടെ ഖത്റത്തുൽ മായിന് ഇതിൽ കൊടുത്തിട്ടില്ല അല്ലേ. അപ്പം ഇനി മുത്തഹം, പ്രതി ആരാണ്? മുത്തഹം ഷാബുൻ, ഒരു യുവാവാണ് അല്ലേ. ഷാബുൻ ഉംറുഹു സലാസൂൻ, നമ്മുടെ നേരത്തെ കാളിയുടെ പറഞ്ഞ പോലെ ഉംറുഹു ഹംസൂൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഷാബായ ഈ മുത്തഹം ഉംറുഹു സലാസൂൻ എന്നേതാ. പിന്നെ അവരുടെ വേഷവിധാനം പറയുന്നുണ്ട് അല്ലേ. ലിബാസുഹു ഖമീസുൻ ബന്തലോൻ, ഒരു പാൻറ്റും ഒരു ഖമീസുമാണ് ധരിച്ചിട്ടുള്ളത്, ഒരു ജുബ്ബയുമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ലിബാസുഹു ഖമീസുൻ ബന്തലോൻ.
പിന്നെന്ത് എഴുതാം? വഹുവ യഖൂമു അലാ മിനസ്സത്തി ഷുഹൂദി എന്ന് എഴുതാം അല്ലേ. അവർ ആ സാക്ഷ്യക്കൂട്ടിൽ നിൽക്കുന്നു. പിന്നീട് വരുന്നത് ഷാഹിദുൽ അവ്വൽ അല്ലേ, ഫസ്റ്റ് വിറ്റ്നസ്. സുംബൂറുൻ, ടാപ്പാണ് അല്ലേ നമ്മുടെ ഫസ്റ്റ് വിറ്റ്നസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും പറയുന്നില്ല അല്ലേ, ടാപ്പാണ്. സുംബൂറും അവരും പിന്നീട് വരുന്നതാണ് സാക്ഷ്യക്കൂട്ടിൽ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഹുവ യഖൂമു അലാ മിനസ്സത്തി ഷുഹൂദ് എന്ന് വേണമെങ്കിൽ എഴുതാം. പിന്നെ അതുപോലെ ഷാഹിദു സാനി, രണ്ടാമത്തെ വിറ്റ്നസ് ആയിട്ട് വരുന്നത് ആരാണ്? ക്യാമറ ദക്കായിൽ അസ്തിനായി അല്ലേ, AI ക്യാമറയാണ് നമ്മുടെ രണ്ടാമത്തെ വിറ്റ്നസ് ആയിട്ട് വരുന്നത്. അത് ഷാഹിദു സാനിയാണ് അല്ലേ. അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാം, വഹുവ യഖൂമു ബി വാസിഖിൻ, അവർ നല്ല ഉറച്ച തീരുമാനത്തോടെ നിൽക്കുന്നു, പിന്നെ അലാ മിനസ്സത്തി ഷുഹൂദി എന്നൊക്കെ എഴുതാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. نقرأ الآية الكريمة ونفهم معانيها ثم نتحدث عن سوء استهلاك الماء في المناسبات المختلفة ونعدها. نقرأ الآية الكريمة, നമുക്ക് പരിശുദ്ധ ഖുർആനിലെ ഒരു വിശുദ്ധ വാക്യം ആയത്ത് നമുക്ക് വായിക്കാം. വനഫ്ഹമു, എന്നിട്ട് നമുക്കത് മനസ്സിലാക്കാം. മാനിഹ, അതിൻ്റെ മീനിങ് മനസ്സിലാക്കാം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. സുമ്മ നതഹദ്ദസു, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, സംസാരിക്കാം. അൻ സൂഇ ഇസ്തിഹ്ലാക്കിൽ മായി ഫിൽ മുനാസബാത്തിൽ മുഖ്തലിഫ, വിവിധ അവസരങ്ങളിൽ വെള്ളത്തിൻ്റെ മോശം ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സുമ്മ, എന്നിട്ട് നതഹദ്ദസ്, നമുക്ക് സംസാരിക്കാം. അൻ സൂഇൽ ഇസ്തിഹ്ലാക്കി, മോശം ഉപയോഗത്തെക്കുറിച്ച്. അൽമായി, വെള്ളത്തിൻ്റെ. ഫി മുനാസബാത്തിൽ മുഖ്തലിഫ, വിവിധ അവസരങ്ങളിൽ. മുനാസബാത്ത് പറഞ്ഞാൽ അവസരങ്ങളിൽ, അൽ മുഖ്തലിഫ പറഞ്ഞാൽ വ്യത്യസ്ത, വിവിധ അവസരങ്ങളിൽ നമ്മൾ വെള്ളത്തിൻ്റെ മോശം ഉപയോഗത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പം എന്താണ് താഴെയുള്ള ഖുർആനിലെ ആയത്ത്? ഏതാണ് ആയത്തുൽ കരീമ? വക്കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്നാണ് അല്ലേ. വക്കുലൂ, നിങ്ങൾ ഭക്ഷിക്കുക, വശ്റബൂ, നിങ്ങൾ കുടിക്കുക, തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫൂ, നിങ്ങളത് അമിതമാക്കരുത്. ഇന്നഹു, നിശ്ചയമായും അല്ലാഹു, ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. എന്ന് വെച്ചാൽ ധൂർത്തം, നമ്മൾ ഭക്ഷണമൊക്കെ നല്ല ധൂർത്ത പോലെ ഭക്ഷണം കഴിച്ച് അത് പാഴാക്കി കളയുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒന്നുകൂടി നോക്കാം. അക്ലൂ വഷ്റബു, നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യുക, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫു, നിങ്ങളത് പാഴാക്കരുത്, അമിതമാക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇന്നഹു, നിശ്ചയമായും അല്ലാഹു, ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമാക്കുന്നവരെ, ധൂർത്തടിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഇനി നമുക്ക് താഴോട്ട് നോക്കാം. ഫിൽ മദാരിസി, സ്കൂളുകളിൽ. ഫിൽ ബയൂത്തി, വീടുകളിൽ. ഫിൽ മസാജിദി, പള്ളികളിൽ. അപ്പോൾ എന്താണ് നമ്മോട് സംസാരിക്കാൻ പറഞ്ഞത്? സുമ്മ നതഹദ്ദസു അൻ സൂഇ ഇസ്തിഹ്ലാക്കിൽ മായി ഫിൽ മുനാസബാത്തിൽ മുഖ്തലിഫ, വിവിധ അവസരങ്ങളിൽ വെള്ളത്തിൻ്റെ മോശം ഉപയോഗത്തെക്കുറിച്ച് നമ്മോട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു അല്ലേ. എന്നിട്ട് നമുക്കൊന്ന് തയ്യാറാക്കാൻ പറഞ്ഞു. അപ്പോൾ ഫിൽ മദാരിസി, സ്കൂളുകളിൽ എങ്ങനെയാണ് നമ്മൾ വെള്ളത്തിൻ്റെ ഉപയോഗം, മോശം ഉപയോഗം? നമുക്കിങ്ങനെ എഴുതാം. എത്രക്കുത്തുല്ലാബു അസ്സനാബീറുൽ മഫ്തൂഹ ലിഫത്രാത്തിൻ തൊവീല അസ്നാൽ ഗസ്ലി അല്ലേ. എത്രക്കുത്തുല്ലാബ്, വിദ്യാർത്ഥികൾ ഉപേക്ഷിക്കുന്നു. അസ്സനാബീറുൽ മഫ്തൂഹ, പൈപ്പുകൾ തുറന്നിട്ടുകൊണ്ട് ഉപേക്ഷിക്കുന്നു എന്ന് എഴുതാം. എത്രക്കുത്തുല്ലാബു അത്തുല്ലാബു അസ്സനാബീറുൽ മഫ്തൂഹ ലിഫത്രാത്തിൻ തൊവീല, ദീർഘനേരം. അസ്നാൽ ഗസ്ലി, കഴുകുന്ന സമയങ്ങളിൽ. ശരിയല്ലേ? നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകുമ്പോഴൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ പൈപ്പും തുറന്നിട്ട് ഇങ്ങനെ വെറുതെ വെള്ളം പാഴാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട് അല്ലേ. പിന്നെ എന്നെഴുതാം. പിന്നെ ഫിൽ ബയൂത്തി, വീടുകളിൽ. വീടുകളിൽ എന്ത് എഴുതാം?
യത്രുക്കുൽ അത്ഫാലു അസ്സുംബൂറു മഫ്തൂഹൻ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ പൈപ്പ് തുറന്നിട്ട് കൊണ്ട് ഉപേക്ഷിക്കുന്നു. അസ്നാ തൻലീഫിൽ അസ്നാനി, പല്ലുകൾ വൃത്തിയാക്കുന്ന സമയത്ത്. നമ്മൾ ബ്രഷ് ചെയ്യുന്ന ടൈമിലൊക്കെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വെറുതെ പൈപ്പ് തുറന്നിട്ടുകൊണ്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കൂലേ, അങ്ങനെ അത് നമ്മൾ വെള്ളം പാഴാക്കുന്നൊരു നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് അല്ലേ കുട്ടികൾ ചെയ്യുന്ന. അപ്പോൾ അതുപോലെ ഗസ്ലു സുഹൂനി, പാത്രങ്ങൾ കഴുകുമ്പോഴും ഒക്കെ. അപ്പോൾ അങ്ങനെ എഴുതാം. രണ്ടാമത്തെ പിന്നെ ഫിൽ മസാജിദി, പള്ളികളിൽ എങ്ങനെയാണ് വെള്ളത്തിന് മോശം ഉപയോഗം? ഇസ്തിഖ്ദാമു ബാദു മിനന്നാസി, ഇസ്തിഖ്ദാമു ബാദു മിന, ചില ആളുകൾ ഉപയോഗിക്കുന്നു എന്ത് വെള്ളം, കമ്മിയാത്തും കബീറ മിനൽ മായി ലിൽ വുളു എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അളവിലുള്ള വെള്ളം ഉപയോഗിക്കുന്നു. തൻലീഫുൽ മസാജിദി, അതുപോലെ തന്നെ പള്ളികൾ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ, വൃത്തിയാക്കുന്ന സമയങ്ങളിൽ ഒരുപാട് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാരണങ്ങളാണ് എന്തൊക്കെയാ? തസ്രീബാത്ത്, പിന്നെ അൽ ഹദായിക്ക് അല്ലേ. തസ്രീബാത്ത് പറഞ്ഞാൽ ചോർച്ച. അദമു ഇസ്ലാഹ് തസ്രീബാത്തി ഫിൽ ഹമാമാത്തി അവിസനാബീറി ഷുർബി. തസ്രീബാത്ത് പറഞ്ഞാൽ ചോർച്ച. അദമു ഇസ്ലാഹു തസ്രീബാത്തി, നമ്മൾ ഈ ചോർച്ചയുള്ള പൈപ്പുകളൊക്കെ നന്നാക്കുന്നത് ഒഴിവാക്കുക. ഫിൽ ഹമാമാത്തി, ബാത്റൂമുകളിൽ. അവിസനാബീർ ഷുർബി, വെള്ളം കുടിക്കുന്ന പൈപ്പുകളൊക്കെ ഉണ്ടാവില്ല, ടാപ്പുകളൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ എന്താണ് അവിടെ ചോർച്ച ഉണ്ടാകുന്നത് അത് നിരസിക്കുക, അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. അതൊക്കെ ഒരു പ്രധാന കാരണമാണ്. വീടുകളിലും അതുപോലെ സ്കൂളുകളിലും പള്ളികളിലും ഒക്കെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തസ്രീബാത്ത്, ചോർച്ച. പിന്നെ എന്തെഴുതാം? അൽ ഹദായിക്ക്, ഈ തോട്ടങ്ങള്, പൂന്തോട്ടങ്ങളൊക്കെ, അതൊക്കെ ഒരു വെള്ളം നനയ്ക്കുന്നത്. എന്തെഴുതാം? സഖിയൽ ഹദായിക്കു ഫിൽ കമിയാത്തിൻ കബീറ മിനൽ മായി, നമ്മൾ തോട്ടങ്ങൾ നനക്കുന്നു. സഖിയ പറഞ്ഞാൽ നനക്കുന്നു. അൽ ഹദായിക്ക, തോട്ടങ്ങൾ. മിൻ കമിയാത്തിൻ കബീറ മിനൽ മായി, ഒരുപാട് അളവ് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തോട്ടങ്ങൾ നനയ്ക്കുക. പിന്നെ അതേപോലെ ഉചിതമില്ലാത്ത ടൈമിൽ ഉച്ച സമയത്തൊക്കെ തോട്ടങ്ങൾ നനയ്ക്കുന്നത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമായി വരില്ല. അതൊക്കെ ഒരു പ്രധാന കാരണങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവനയിൽ ഒരുപാട് ഈ വെള്ളത്തിൻ്റെ അമിത ഉപയോഗം നിങ്ങളുടെ മനസ്സിലൊക്കെ ഓടുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. പിന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നത് ചുരുക്കിയും എഴുതാം. അപ്പോൾ എല്ലാവരും ഈ വർക്കൊന്ന് എഴുതി നോക്കുക. ഇനി നമുക്ക് അടുത്ത വർക്കൊന്ന് നോക്കാം. നുമസിൽ ഹാദി തംസീലിയ ഉനുസജ്ജുൽ ഫീദിയോലഹ. നുമസിൽ ഹാദി തംസീലിയ, നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഈ ഡ്രാമയില്ലേ, അത് അതുപോലെ ഒന്ന് അഭിനയിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഓരോരുത്തരും ഓരോ ക്യാരക്ടറായി മാറിയിട്ട് അത് അഭിനയിക്കുക, ആ ഡ്രാമ ഒന്ന് അഭിനയിക്കുക. എന്നിട്ട് നുസജ്ജിൽ ഫീദിയോലഹ, അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുക. നുസജ്ജിൽ പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട വർക്കാണ്. എന്ന് വെച്ചാൽ ഓരോരുത്തരും, ഒരാൾ ജഡ്ജാവുക, ഒരാൾ വാദി, പ്രതി, പിന്നെ 2 വിറ്റ്നസ്, പിന്നെ ഒരു പോലീസ്, ഇവരൊക്കെ ആയിട്ട് ക്ലാസ് റൂമിൽ അങ്ങനെ ആയി അവരുടേതായ ഒരു ഡ്രസ്സൊക്കെ ചെയ്തിട്ട്, ഇപ്പോൾ കത്രത്തുൽ മാവ്, മുദ്ദായി, വാട്ടർ ഡ്രോപ്പ് അല്ലേ, അപ്പോൾ അതുപോലെയുള്ള ഒരു ചാർട്ട് പേപ്പർ കൊണ്ടൊക്കെ അതുപോലെ ഒരു പിക്ചറൊക്കെ വരച്ചിട്ട് അഭിനയിക്കുക. പിന്നെ സുംബൂറ്, ക്യാമറ അങ്ങനെയൊക്കെ ആയിട്ട് അതുപോലെയുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് ഈ ക്യാരക്ടർ അതുപോലെ അഭിനയിക്കുക. എന്നിട്ട് അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അത് ക്ലാസ് റൂമിൽ ചെയ്ത് നോക്കേണ്ട വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് 41ാമത്തെ പേജിലെ ആക്ടിവിറ്റി ഒന്ന് നോക്കിയാലോ. ബാദ ഇന്തിഹായിൽ ഇജ്റാത്തിൽ മഹ്കമിയ, ബാദ ഇന്തിഹായിൽ ഇജ്റാത്തിൽ കോടതിയെ നടപടിക്രമങ്ങൾ അവസാനിച്ചതിന് ശേഷം. ബാദ ഇന്തിഹായി പറഞ്ഞാൽ അവസാനിച്ചതിന് ശേഷം, അൽ ഇജ്റാത്തി കോടതി നടപടിക്രമങ്ങൾ, അൽ മഹ്കമിയ കോടതിയ നടപടിക്രമങ്ങൾ അവസാനിച്ചതിന് ശേഷം,
ഖറജൽ മുത്തഹം വൽ മുദ്ദഇ, നമ്മുടെ വാദിയും പ്രതിയും പുറപ്പെടുകയാണ്. മിനൽ മഹ്കമത്തി, കോടതിയിൽ നിന്നും ഇറങ്ങുകയാണ്, കോർട്ടിൽ നിന്നും ഇറങ്ങുകയാണ്, പുറപ്പെടുകയാണ്. ഫദാറ ബൈനഹുമാ ഹിവാറും, അപ്പോൾ അവർക്കിടയിലൊരു സംഭാഷണം നടക്കുകയാണ്, അവർക്കിടയിലൊരു കോൺവെർസേഷൻ നടക്കുകയാണ്. തഖയ്യലു, നമുക്കത് ഭാവനയിൽ കാണാം. വനുഇദ്ദു അൽ ഹിവാർ, എന്നിട്ട് നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കാം, ഒരു കോൺവെർസേഷൻ തയ്യാറാക്കി നോക്കാം. മുത്തഹം, അപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രതിയായ ആ ഷാബുൻ, ആ യുവാവില്ലേ, അവരാണ് സംസാരിക്കുന്നത്. നമ്മുടെ കുറ്റം ആരോപിക്കപ്പെട്ട നമ്മുടെ പ്രതിയായ ഷാബുൻ, അവർ സംസാരിക്കുകയാണ്. എന്താണ്? ഇങ്ങനെ എഴുതാം: അഫ്ഹമു അഹമിയത്തിൽ മായി വലൻ ഒളിയൊൽ മാ അബദൻ എന്ന് പറയാൻ കേട്ടോ. നമ്മുടെ പ്രതി അഫ്ഹമു എന്താണ്? അഹമിയത്തിൽ മായി, വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. അഫ്ഹമു പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. അഹമിയത്തിൽ മാ പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായി. വലൻ ഒളിയൊൽ മാ അബദൻ, വെള്ളം ഒരിക്കലും ഇനി പാഴാക്കുകയില്ല എന്ന് പറയാണ്. വലൻ ഒളിയൊൽ മാ, വെള്ളം പാഴാകുകയില്ല, അബദൻ ഒരിക്കലും എന്ന് നമ്മുടെ മുദ്ദഇയോട് മുത്തഹം സംസാരിക്കാൻ കേട്ടോ. അപ്പം മുദ്ദഇ, നമ്മുടെ വാദിയ എന്താണ് പറയുന്നത്? ഷെയ്ഉൻ ജയ്യിദുൻ, നല്ല കാര്യം എന്ന് പറയാം കേട്ടോ. ഷെയ്ഉൻ ജയ്യിദുൻ, നല്ല കാര്യം. ഹാഫിൽ അൽ മാ ദായിമൻ, ഹാഫിൽ എന്ന് പറഞ്ഞാൽ നീ സൂക്ഷിക്ക്, അൽ മാ വെള്ളം, ദായിമ എപ്പോഴും വെള്ളത്തെ സൂക്ഷിക്കണം, വെള്ളം സൂക്ഷിക്കണമെന്ന് പറയാണ്. ഹാഫിൽ അൽ മാ ദായിമൻ. അപ്പൊ മുത്തഹം, പ്രതി പറയാണ്, നമ്മുടെ ഷാബുൻ യുവാവ് എന്നിട്ട് പറയാണ്, നാം ആസിഫ് ലി ഇസാജിക്ക, ആസിഫ് ലി ഇസാജിക്ക, സോറി ടു ഡിസ്റ്റർബിങ് യു എന്ന് വെച്ചാൽ എന്താണ്? നിന്നെ ശല്യപ്പെടുത്തിയതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, സോറി പറയാണ്. ആസിഫ് എന്ന് പറഞ്ഞാൽ സോറി, ടു ഡിസ്റ്റർബ് യു, നിന്നെ ശല്യപ്പെടുത്തിയതിൽ ഞാൻ സോറി പറയാണെന്ന് പറയാം കേട്ടോ. എന്താണ്? ആസിഫ് ലി ഇസാജിക്ക. അപ്പം മുദ്ദഇ, നമ്മുടെ വാദി പറയാണ്, ഡ്രോപ്പ് ഓഫ് വാട്ടർ പറയാണ്, ലാ മുഷ്കില, എന്നിട്ട് ഇലലിക്കായി, നോ പ്രോബ്ലം, സി യു എന്ന് പറഞ്ഞ് അവർ പിരിയാണ്. ഒരു ചെറിയൊരു കോൺവെർസേഷൻ അവർക്കിടയിൽ സംഭവിക്കുകയാണ്. എന്താണ്? മുദ്ദഇ പറയാണ് ലാസ്റ്റ് ലാ മുഷ്കില, നോ പ്രോബ്ലം, ലാ ബഅസ എന്നുദ്ദേശിക്കുന്ന കേട്ടോ. ലാ മുഷ്കില, നോ പ്രോബ്ലം, ഇലലിക്കായ്, സി യു എന്ന് പറഞ്ഞ് അവർ പിരിയാണ്. അപ്പോൾ ഒരു ചെറിയ കോൺവെർസേഷൻ്റെ രൂപമാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉഷാറാക്കി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർക്കൊന്ന് നോക്കാം. നുലാഹിൽ കലിമാത്തിൽ മുലവന ഫി തസ്രീഹാത്തിൽ ആത്തിയ വനഖ്താർ മിന തംസീലിയ കലിമാത്തിൽ ഹാലിൽ മുമാസല. നുലാഹിൽ കലിമാത്തിൽ മുലവന, നിറത്തിൽ കൊടുത്ത പദങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഫി തസ്രീഹാത്തിൽ ആത്തിയ, താഴെയുള്ള കുറച്ച് പദങ്ങൾ സെന്റൻസ് കാണുന്നുണ്ടാവും അല്ലേ? അതിൽ നിന്ന് നിറത്തിൽ കൊടുത്ത പദങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നഖ്താറു മിന തംസീലിയ, എന്നിട്ട് നമുക്ക് നമ്മുടെ ഡ്രാമയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. നഖ്താറു പറഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാം. മിന തംസീലിയ, നമ്മുടെ ചാപ്റ്ററിൽ നിന്ന്, നമ്മുടെ പാഠത്തിൽ നിന്നും, നമ്മുടെ ആ നാടകത്തിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാം. കലിമാത്തിൽ ഹാലിൽ മുമാസല, ഇതിനോട് സമാനമായ ഹാലിൻ്റെ ഈ പദങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നു ജിദ്ദിയൻ, കലിക്കൻ എന്നൊക്കെ നിറത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഹാലിൻ്റെ പദങ്ങളാണ്. ഹാലിൻ്റെ പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ ഈ ഡ്രാമയിൽ ഓരോ ക്യാരക്ടർ അഭിനയിക്കുമ്പോഴും അവരുടെ അവരുടെ ഇത് പറയുമ്പോൾ എന്താ, അഭിനയിക്കുമ്പോൾ എന്താ, ഫസ്റ്റിൽ തന്നെ അവരുടെ ഹാല്, അവരുടെ ആ അവസ്ഥ, അവർ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് ഫസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? ജിദ്ദീയൻ, കാല് സംസാരിക്കുന്ന ജിദ്ദീയൻ, പിന്നെ മുദ്ദഇ ഗാലിബൻ, ദേഷ്യത്തിന്, പിന്നെ ഖാലിയൻ, അങ്ങനെ ഓരോ ഹായിറൻ, ഗാലിബൻ, ജാഹിദൻ എന്നൊക്കെ കാണുന്നുണ്ട് അല്ലേ? അതാണ് ഹാലിൻ്റെ പദങ്ങൾ, ഓരോ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്.
അപ്പോൾ അതുപോലെ നമുക്ക് ചാപ്റ്ററിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എല്ലാം റെഡി അല്ലേ? അപ്പോൾ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. എൽതഫിത്തുൽ ഖാലി ഇലൽ മുത്തഹമി ജിദ്ദിയൻ. എൽതഫിത്തുൽ ഖാലി പറഞ്ഞാൽ നമ്മുടെ ജഡ്ജ് തിരിയുന്നു. എൽതഫിത്ത് പറഞ്ഞാൽ തിരിയുന്നു. ഇലൽ മുത്തഹമി പ്രതിയുടെ അടുത്തേക്ക് തിരിയുന്നു. ജിദ്ദിയൻ. ജിദ്ദിയൻ എന്ന് ഇവിടെ പറയുന്നത് എങ്ങനെ? നല്ല ഗൗരവത്തോടെ, സീരിയസ്ലി ആണ്, ഗൗരവത്തെ സൂചിപ്പിക്കുന്നതാണ് ജിദ്ദിയൻ. അപ്പം അങ്ങനെയാണ് പ്രതിയുടെ അടുത്തേക്ക് ആര് തിരിയുന്നത്? ജഡ്ജ് തിരിയുന്നത്. അതുപോലെ എൽനുറുൽ മുത്തഹമു ഇലൽ ഖാലി ഖലിക്കൻ. എൽനുറുൽ മുത്തഹം പറഞ്ഞാൽ നമ്മുടെ പ്രതി നോക്കുന്നു, ഇലൽ ഖാലി ജഡ്ജിലേക്ക് നോക്കുന്നു, ഖലിക്കൻ ഒരു അസ്വസ്ഥവാനായിക്കൊണ്ട് അല്ലേ? ഖലിക്കൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥവാനായിട്ട്, അസ്വസ്ഥതയോടെ, ഒരു പേടിയോടെ, എന്താണ്, ഒരു വിഷമത്തോടെയൊക്കെ നോക്കുന്നതിനെയാണ് ഖലിക്കൻ എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്തതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഫസ്റ്റിൽ തന്നെ കാണാം. ഫസ്റ്റത്തെ സെൻറ്റൻസ് വെച്ചിട്ടൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഖാലി ജഡ്ജ് ആദ്യമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെ? ജിദ്ദിയൻ, ഗൗരവത്തോടെ, സീരിയസ്ലി ആണ് അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ബദൽ ഖാലി ഫിൽ മഹ്കമത്തി ജിദ്ദിയൻ. നമ്മുടെ കോടതി റൂമിൽ ഖാലി ആണ് ഫസ്റ്റ് ജഡ്ജ് ആരംഭിക്കുന്നത് എങ്ങനെ? ബദ പറഞ്ഞാൽ തുടങ്ങി, അൽ ഖാലി ജിദ്ദിയൻ ഭയങ്കര സീരിയസ്ലി, ഗൗരവത്തോടെ തുടങ്ങി എന്ന് എഴുതാം. അതുപോലെ ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തെ ലൈനിൽ കാണാം മുദ്ദായി സംസാരിക്കുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ എഴുതാം. ഖാലൽ മുദ്ദായി ലിൽ ഖാലി ഗാലിബൻ. അപ്പോൾ നമ്മുടെ വാദി ആദ്യമായിട്ട് സംസാരിക്കുന്നത് രൂപം ഗാലിബൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? ആംഗ്രി, ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഖാലൽ മുദ്ദായി ലിൽ ഖാലി ഗാലിബൻ എന്നെഴുതാം. പിന്നെ അടുത്തത് കാണുന്നത് എന്താ? അടുത്ത ലൈനിൽ തന്നെ കാണാം യഖൂലുൽ മുദ്ദായി. യഖൂലു പറഞ്ഞാൽ സംസാരിക്കുന്നു. യഖൂലുൽ മുദ്ദായി, മുദ്ദായി സംസാരിക്കുന്നു. ലിൽ ഖാലി നമ്മുടെ ജഡ്ജിനോട് സംസാരിക്കുന്നു. ഖാലിയൻ വിനയത്തോടെ സംസാരിക്കുന്നു അല്ലേ? ഒരു നാലാമത്തെ ലൈനിൽ മുദ്ദായി സംസാരിക്കുന്നത് വിനയത്തോടെ അല്ലേ? സബ്ജക്റ്റില് വിനയത്തോടെയാണ് സംസാരിക്കുന്നത്. ഖാലിയൻ. അപ്പം അങ്ങനെ എഴുതാം. യഖൂലുൽ മുദ്ദായി ലിൽ ഖാലി ഖാലിയൻ. നാലാമത്തത് നമുക്ക് എന്ത് എഴുതാം? പിന്നെ ഖാലി ജഡ്ജ് സംസാരിക്കുന്ന രൂപമുണ്ട് മുതഅക്കിദൻ. നല്ല ഉറപ്പിച്ച് ചോദിക്കുന്നു എന്ന് ഒരു പറയുന്നുണ്ട് അല്ലേ? ഒരു ഷുവറായിട്ട് ചോദിക്കുന്നൊരു. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? സഅലൽ ഖാലി ലിൽ മുദ്ദായി മുതഅക്കിദൻ. സഅലൽ ഖാലി, ഖാലി ചോദിക്കുന്നു, ജഡ്ജ് ചോദിക്കുന്നു, ജഡ്ജ് ചോദിച്ചു. ലിൽ മുദ്ദായി നമ്മുടെ വാദിനോട് ചോദിച്ചു. മുതഅക്കിദൻ നല്ല ഉറച്ച തീരുമാനത്തോടെ ചോദിക്കുകയാണ്. അന്ത മുഖറും ഫിത്തിയായിക്ക എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? എന്താണ്? ആർ യു റൈറ്റ് യുവർ ക്ലെയിം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മുതഅക്കിദൻ. അപ്പം അങ്ങനെ പറയാം. സഅലൽ ഖാലി ലിൽ മുദ്ദായി മുതഅക്കിദൻ. അതുപോലെ ഇനി ഒരുപാടുണ്ട് നമ്മുടെ ചാപ്റ്ററിൽ വരുന്നത്. ഓരോ അവസ്ഥകൾ ഇവിടെ, ഹാലുകൾ ഇവിടെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതി നോക്കുക. അങ്ങനെ അവസാനമായിട്ടൊരു വർക്ക് കാണാം അല്ലേ? നുമാരിസുൽ ഹത്ത, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് പരിശീലിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു ഹത്തുറുക്കയുടെ മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചാപ്റ്ററിൽ 2 തവണയായിട്ട് വരികയാണ് അല്ലേ? ഏതായാലും അതുപോലെ ഒന്ന് എഴുതി നോക്കുക. എന്താണ് കൊടുത്തിട്ടുള്ളത്? ലൊല്ലൽ ബത്തിൽ നെജ്മൻ സ്വാത്തിയാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതുപോലെ എഴുതി നോക്കുക. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് ഉഷാറാക്കുക. പിന്നെ അവസാനമായിട്ട് എന്താണ്? മോജമിൽ മുഫ്രദാത്താണ് അടുത്ത പേജിൽ കാണാം. ഒരു ചെറിയൊരു ഡിക്ഷണറി, നമ്മുടെ ഈ യൂണിറ്റിലെ അത്യാവശ്യ പ്രധാനപ്പെട്ട വേർഡ്സുകളുടെ ചെറിയൊരു ഡിക്ഷണറി കാണാം. അതൊക്കെ ഒന്ന് വായിക്കുക. അത്യാവശ്യമുള്ളതൊക്കെ നോട്ടിൽ എഴുതി വെക്കുക. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക.
അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.